പല സൂചനകൾ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ പോസ്റ്റൽ സർവീസ് വോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ലീഡ് നിലയാണ് ആദ്യത്തെ 10-15 മിനിറ്റ് ലഭ്യമാവുക. ഏതാണ്ട് 8:30 മണിയോടുകൂടിയാകും മറ്റ് ഫലസൂചനകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. EVM മെഷീനുകളൊക്കെ എണ്ണാൻ ഏതാണ്ട് 8:15 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ, അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 8:30 മണിയോടുകൂടി ആദ്യ ലീഡുകൾ ലഭ്യമാകുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 10 മിനിറ്റ് ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഏത് തരത്തിൽ വന്നാലും. പക്ഷെ അത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വോട്ടുകൾ വരുന്നത് അത് ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങളാണ്. അത് ട്രെൻഡ് അല്ല. ഒരിക്കൽ കൂടെ പറയുന്നു, ആദ്യത്തെ 10 മിനിറ്റ് ട്രെൻഡ് അല്ല. പക്ഷെ 7 റൗണ്ടെങ്കിലും കഴിയാതെ ആദ്യത്തെ 7 റൗണ്ടുകളിലൂടെ ആകും തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുക. സജിത്ത്, നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ കർത്തവ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു 5-10 മിനിറ്റിനകം ആദ്യ ലീഡ് നില വ്യക്തമാകുമെന്നുള്ളതല്ലേ? ആരംഭിച്ചു കഴിഞ്ഞു, നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വ്യക്തമായി തന്നെ പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ എണ്ണി തുടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും. സൈത്ത്, ലീഡ് നില അറിയാൻ, പോസ്റ്റൽ സർവീസ് വോട്ടുകളുടെ ലീഡ് നില നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം വ്യക്തമാകുമെന്നുള്ളതല്ലേ? പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. 1403 വോട്ടുകളാണ് അറിയേണ്ടത്. 1400 വോട്ടുകളെല്ലാം സർവീസ് വോട്ടുകളല്ല, വീടുകളിലെത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുടെ അടക്കം വോട്ടുകൾ ശേഖരിച്ച വോട്ടുകൾ ഉൾപ്പെടെയാണ് 1403 വോട്ടുകൾ. 1403 വോട്ടുകൾ കൗണ്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ വോട്ടെണ്ണലുകൾ പൂർത്തിയായില്ലെങ്കിലും കൃത്യമായ സമയത്ത് തന്നെ മറ്റ് EVM മെഷീനുകളുടെ കൗണ്ടിംഗ് ആരംഭിക്കും. അത് നമ്മൾ പറഞ്ഞതുപോലെ വഴിക്കടവിൽ തന്നെയാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. എന്തായാലും ആദ്യ ഫലസൂചനകൾ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കൃത്യമായി കാത്തിരിക്കുകയാണ്. നിലമ്പൂരിന്റെ ജനവിധിയുടെ ആദ്യ സൂചനകൾ ആദ്യ മിനിറ്റുകൾ തന്നെ ഉണ്ടാകും. കൃത്യമാണ്. വഴിക്കടവിൽ കടന്നു പോകുന്ന ആദ്യ റൗണ്ടുകൾ തന്നെ അത് വ്യക്തമാക്കും. വഴിക്കടവ് പറയാൻ പോകുന്ന രാഷ്ട്രീയം എങ്ങനെയാണ്? ഒന്ന്, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ സംസ്ഥാനത്ത്? അത് കൃത്യമായ സൂചനകൾ ഉണ്ടാവും. അൻവർ ഒരു വികാരമായിരുന്നോ? അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ എത്ര? അതിന്റെ കൃത്യമായ സൂചനകൾ ഉണ്ടാവും. UDFും അൻവറും ഒക്കെ പറഞ്ഞതുപോലെ മലയോര മേഖലയിലെ ജനങ്ങൾ സർക്കാർ വിരുദ്ധമായിട്ടാണ് വോട്ട് ചെയ്തത്, അതിന്റെ സൂചനകൾ ഉണ്ടാവും. M സ്വരാജ് എന്ന സ്ഥാനാർത്ഥി അവിടെ കൃത്യമായ ഒരു ഘടകമായിരുന്നോ? അതിന്റെ സൂചനകളും വഴിക്കടവിൽ നിന്നുണ്ടാവും. അങ്ങനെ വഴിക്കടവിന്റെ ആദ്യ റൗണ്ട് തന്നെ കൃത്യമായ സൂചനകളിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ആർക്ക് അനുകൂലവും പ്രതികൂലവുമായാലും അതിന്റെ സൂചനകൾ പ്രകടമാവുന്ന ആദ്യ റൗണ്ട് തന്നെയാണ്. വഴിക്കടവ് നിർണായകമാണ്, കൃത്യമായ സൂചകമാണ്. ശ്രദ്ധിക്കുക, വഴിക്കടവിൽ നിന്നും ഇടതുമുന്നണി ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വഴിക്കടവ് UDFിന് നൽകാൻ പോകുന്ന ഭൂരിപക്ഷം അത് നിർണായകമാണ്. ഇടതുമുന്നണിക്ക് ഇത്തവണ പ്രതീക്ഷയില്ലാത്തൊരു പഞ്ചായത്താണ് വഴിക്കടവ്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്താണെങ്കിൽ കൂടിയും ഇത്തവണ വഴിക്കടവിൽ നിന്നും ഇടതുമുന്നണി ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അൻവർ ഇല്ല കൂടെ എന്ന കാര്യമാണുള്ളത്. കഴിഞ്ഞ തവണ അൻവറിനെ കൂടെ നിർത്തിയാണ് വഴിക്കടവിൽ ഭൂരിപക്ഷം പിടിച്ച് മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിക്കായത്. ഇത്തവണ വഴിക്കടവിൽ ഭൂരിപക്ഷമില്ല, അത് ഇടതു കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. 35 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിൽ LDFിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചേർത്ത് വെക്കണം. അവിടെയാണ് 3000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം UDF ലഭിക്കും. നമുക്കറിയാം 2016-ൽ 2162 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ LDF നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ്. അത് PV അൻവറിന്റെ ആദ്യ പോരാട്ടമായിരുന്നു. LDFിനൊപ്പം ചേർന്നുള്ള അന്ന് കോൺഗ്രസ് വിരുദ്ധ വികാരം അല്ലെങ്കിൽ UDF വിരുദ്ധ വികാരം അത്തരത്തിൽ പ്രതിഫലിച്ചിരുന്ന 2016-ലെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പിണറായി തരംഗം അല്ലെങ്കിൽ LDF തരംഗം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 2162 വോട്ടുകൾ ഭൂരിപക്ഷം LDFിൽ ലഭിച്ചു. പക്ഷേ VV പ്രകാശ് എന്ന സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേവലം 45 കുറഞ്ഞ സാഹചര്യമുണ്ട്. ആ വഴിക്കടവിൽ ഇത്തവണ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു UDF എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുന്നേറ്റത്തിലൂടെ ഒരു ട്രെൻഡിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ആകാംക്ഷയുടെ ആദ്യ റൗണ്ടിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് അതിന്റെ ഒരു ട്രെൻഡ് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നേരത്തെ തന്നെ LDF പറയുന്നുണ്ട് വഴിക്കടവിൽ ഭൂരിപക്ഷം ഉണ്ടാകുകയില്ല എന്ന് LDF നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 1500-ൽ നിൽക്കും UDFിന്റെ ഭൂരിപക്ഷം എന്നാണ് LDFിന്റെ ഒരു പ്രതീക്ഷ. 3000 UDF പറയുമ്പോൾ 1500-ൽ അത് ഒതുങ്ങും എന്ന് LDF പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് അത് UDFിനെ ഈ 1500 നിർത്താൻ കഴിയും എന്നുള്ള LDFിന്റെ വാദം നടക്കുമോ, അതോ 3000-ഓളം പോകുമോ എന്നുള്ള ഒരു വിഷയമുണ്ട്. അതിന്റെ ഒപ്പമാണ് ഈ 5000 വോട്ട് എന്നൊക്കെ പറയുന്ന PV അൻവറിനെ. പക്ഷേ PV അൻവർ
അൻവർ ഈ കഴിഞ്ഞ ഇന്നലത്തെ ഈ പോസ്റ്റ് വെച്ചാണെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ നോക്കണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പി വി അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDF ഏത് വോട്ട് പിടിക്കുന്നു? ഇനി 3000 കടക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് വഴിക്കടവ് കടക്കുകയാണെങ്കിൽ അതൊരു സൈനാണ്. അതൊരു അത് മറികടക്കുക എന്നുള്ളത് LDF-ന് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ അപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ LDF-മായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നവർ CPM സഹയാത്രികരൊക്കെ ഇട്ടിരുന്ന പോസ്റ്റുകളിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നത് ആദ്യത്തെ 7 റൗണ്ട് നിങ്ങൾ നോക്കുകയേ വേണ്ട, അതിനുശേഷമായിരിക്കും നമ്മുടെ മുന്നേറ്റം എന്നാണ്. അതായത് ആദ്യത്തെ 7 റൗണ്ടുകളിൽ അവർ പ്രതീക്ഷിക്കുന്നത് വലിയ വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമല്ല, അവിടെ വഴിക്കടവും മൂത്തേടവുമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സ്ഥലം. ഒരു ട്വിസ്റ്റും ഇല്ലാതെ ലീഗ് ഒപ്പം നിൽക്കുന്ന, ലീഗിന്റെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റൊക്കെയുള്ള മൂത്തേടമൊക്കെയുള്ള ഈ വഴിക്കടവും മൂത്തേടവും, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രതീക്ഷയിൽ അത് കഴിഞ്ഞ ട്വിസ്റ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എടക്കര തൊട്ട് VV പ്രകാശിന്റെ വിഷയം അടക്കമുള്ളതുകൊണ്ട് എടക്കര തൊട്ട് വിഷയമാണ്. പോത്തുകലടക്കം പിന്നെയും കളർ മാറി നഗരസഭ ഇതാണ്. അപ്പൊ വഴിക്കടവും മൂത്തേടവും ഇതിനകത്ത് UDF നേടുന്ന ഭൂരിപക്ഷം മാറ്റർ ആണ്. ഏത് തരത്തിലാണ് ഈ ഭൂരിപക്ഷം ഉണ്ടാകുക, അത് വിജയത്തെ എങ്ങനെ ബാധിക്കും, അത് മാറ്റർ ആണ്. വഴിക്കടവും മൂത്തേടവും UDF-ന് നിർണായകം തന്നെയാണ്. പിന്നീട് എത്തി എടക്കരയിലേക്ക് വരുമ്പോഴാണ് ഈ നേരത്തെ അപർണ പറഞ്ഞ ചില ഫാക്ടേഴ്സ്, VV പ്രകാശുമായി ബന്ധപ്പെട്ട VV പ്രകാശ് സ്വന്തം പഞ്ചായത്ത്, അവിടെ എങ്ങനെ ജനങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനോട് പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനുശേഷം പോത്തുകല്ലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പോത്തുകല്ലൊക്കെ LDF-ന് 506 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു മണ്ഡലമാണ്. പിന്നീട് നിലമ്പൂരിലേക്ക് വരുന്നു. നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം LDF പ്രതീക്ഷിക്കുന്നുണ്ട്. UDF-ഉം ഷൗക്കത്ത് പറയുന്നത് തന്നെ നഗരസഭ കൈവിടില്ല, നഗരസഭയിൽ താമസിക്കുന്ന ഒരാളാണ്, നഗരസഭ തന്നെ കൈവിടില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ വഴിക്കടവ് കഴിഞ്ഞാൽ നമുക്കറിയാം നിലമ്പൂരിൽ 1513 വോട്ടുകൾ, അതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറവായിരുന്നു LDF 2016 അപേക്ഷിച്ച്. 1513 വോട്ടിന്റെ ഭൂരിപക്ഷം LDF നൽകിയ ഒരു സ്ഥലമാണ്. കാത്തു നിൽക്കുക, ആദ്യ ലീഡ് ഫലങ്ങൾ വരുന്നു. ഇടതുമുന്നണി പോസ്റ്റർ ഫലത്തിന്റെ സൂചനകൾ വരുന്നു. M സ്വരാജിനാണ് ആദ്യ ലീഡ്. 5 വോട്ടുകളുടെ പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് ഇടതുമുന്നണിക്കുണ്ടാകുന്നു എന്ന് സുപ്രധാനമായ വിവരമാണ്. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ ലീഡ് നില ന്യൂസ് 18-ലൂടെ പ്രേക്ഷകരിലേക്ക്. ആദ്യ ലീഡ് നില 403 പോസ്റ്റൽ വോട്ടിൽ ആദ്യത്തെ ലീഡ് ഇടതുപക്ഷത്തിന്. M സ്വരാജിന് 5 വോട്ടിന്റെ ലീഡ്. പോസ്റ്റൽ വോട്ട് ആദ്യം 5 വോട്ടിന്റെ ലീഡ് വരുന്നു. ആദ്യത്തെ 10 ആദ്യ ലീഡ് M സ്വരാജിന്. പ്രതീക്ഷിച്ചതുപോലെ പോസ്റ്റൽ വോട്ടുകളിൽ, സർവീസ് വോട്ടുകളിൽ ഒരു മേധാവിത്വം ഇടതുമുന്നണിക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. 5 വോട്ടുകളുടെ ലീഡ് നിലമ്പൂരിൽ ആദ്യത്തെ ഭൂരിപക്ഷം, ആദ്യത്തെ ലീഡ് സ്വരാജിൽ ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തുടക്കത്തിൽ തന്നെ സ്വരാജ് ലീഡ് ചെയ്യുന്നു. നമുക്ക് പ്രേക്ഷകർ മനസ്സിലാക്കണം, പോസ്റ്റൽ സർവീസ് വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 5 വോട്ടുകളുടെ ആദ്യ സൂചന സ്വരാജിന് അനുകൂലം. അത് 5 വോട്ടുകളുടെ ലീഡ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനാ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇടതുമുന്നണിക്ക് ലീഡ് എന്ന സുപ്രധാനമായ കാര്യമാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇത് പോസ്റ്റൽ വോട്ടുകളുടേത് മാത്രമാണ്. EVM മെഷീനുകളിലേക്ക് കൗണ്ടിംഗ് ആരംഭിച്ചിട്ടില്ല. ഈ നിലയിൽ മാറ്റമുണ്ടാകും. ഇപ്പോൾ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചനയല്ല. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ആദ്യ ലീഡ് സ്വരാജിന് ലീഡ് എന്നതാണ് സുപ്രധാന